റാന്നിയിൽ LDF-ന് വേണ്ടി സിറ്റിംഗ് MLA പ്രമോദ് നാരായണൻ മത്സരിക്കുന്നു. UDF-ന് വേണ്ടി പഴകുളം മധു രംഗത്തുണ്ട്. NDAക്ക് വേണ്ടി തോമസ് സാമുവൽ രംഗത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക റാന്നിയിൽ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ അണിനിരന്നു കഴിഞ്ഞു. ഇനി നമുക്ക് റാന്നിയിലെ സ്കോറാണ് വരേണ്ടത്. റാന്നിയിൽ ആരാണ് ഇപ്പോൾ മുന്നിൽ? സിറ്റിംഗ് MLA പ്രമോദ് നാരായണൻ 45.26, 5.34% മുൻതൂക്കം പ്രമോദ് നാരായണൻ. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ബെറ്റർ പെർഫോമൻസ്. അത് ഈ നിലവിലെ ട്രെൻഡിനിടയ്ക്ക് സർപ്രൈസ്. അതിനെതിരായിട്ടുള്ള ഒരു സൂചനയാണല്ലോ ഇത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള ട്രെൻഡ് പരാമർശിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്നറിയില്ല. കോൺഗ്രസ് കനകുലുവിനെ വെച്ചിട്ട് കുറേയധികം സർവേ നടത്തി, കുറേയധികം പേര് കൊടുത്തു. ആ പേരുകളിലൊന്നും ഇല്ലാത്തൊരു പലരും സ്ഥാനാർത്ഥികളായി. അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പഴകുളം അതോടെ വരുന്നത്. പല മണ്ഡലങ്ങളിലും ആ സർവേ എന്തിനു നടത്തി എന്നുള്ളതൊരു വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ UDF-ന് വ്യക്തമായ മുൻതൂക്കം കിട്ടിയ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന റാന്നി. LDF ട്രെൻഡിലും ചെറിയ മാത്രം ജയിച്ച മണ്ഡലം. സ്വാഭാവികമായിട്ട് UDF അവിടെ ജയിക്കേണ്ടതാണ്. പക്ഷേ അവിടെ വ്യക്തിപരമായി സ്ഥാനാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ അഭിപ്രായം പ്രമോദ് നാരായണനാണ്. പ്രമോദ് നാരായണൻ അതുകൊണ്ട് തന്നെ ഒരു വിജയ സാധ്യതയുണ്ട്. ഇനിയും വലിയൊരു വേവ് ഉണ്ടാവുകയാണ്. ഈ 4%, 5% എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങളിൽ വലിയൊരു വേവ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ റാന്നിയിൽ. പക്ഷെ നിലവിൽ പ്രമോദ് നാരായണനെ കുറെ കൂടി അദ്ദേഹം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പ്രമോദ് നാരായണൻ ഒരു വിജയ സാധ്യത തന്നെയാണ് സാധ്യത പ്രമോദ് നാരായണൻ. പക്ഷേ സംസ്ഥാനമെമ്പാടും UDF തരംഗം വന്നാൽ ആ തരംഗത്തിൽ റാന്നിയും വീഴും. ഇപ്പോൾ ഈ പഴകുളം മധുവിന്റെ ഒരു പ്രശ്നം, അവിടെ നാട്ടിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ അദ്ദേഹം റാന്നിക്കാരനല്ല. പ്രമോദ് നാരായണനും അങ്ങനെയല്ല എങ്കിൽ പോലും പ്രമോദ് നാരായണൻ 5 വർഷം അവിടെ പ്രവർത്തിച്ച് അവിടെ കുറേയധികം കോൺഗ്രസ്സുകാർ ആ സീറ്റ് ആഗ്രഹിച്ച ഒരുപാട് ഇപ്പൊ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അവിടെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടവരൊക്കെ അവരെ പരിഗണിക്കുമെന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം പഴകുളത്തു നിന്ന് വന്ന് റാന്നിയിൽ മത്സരിക്കുന്നത്. അപ്പം കോൺഗ്രസ് സംവിധാനം എത്രമാത്രം മറ്റൊരു കൗതുകം, സംസ്ഥാനത്തൊട്ടാകെ ശബരിമല വിഷയം BJP ഉന്നയിക്കുമ്പോൾ റാന്നിയിൽ അത് ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിൽ അവിടെ ചക്ക ചിഹ്നത്തിൽ 2020 മത്സരിക്കുന്നു, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ കൗതുകം ആ മണ്ഡലത്തിൽ. BJP വോട്ടുകൾ നിർണായകമാണ്. ആ BJP വോട്ടുകൾ എത്രമാത്രം 2020 ഇപ്പൊ അയിരൂർ പഞ്ചായത്തൊക്കെ എടുക്കുകയാണെങ്കിൽ 15% മുകളിൽ വോട്ടുണ്ടായിരുന്നു. കുറയാനാണ് സാധ്യത. 2020 സ്ഥാനാർത്ഥിത്വം റാന്നി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്റെ കൗതുകം, എറണാകുളം കിഴക്കമ്പലം പ്രദേശത്തുള്ള 2020 പ്രസക്തി എന്താണ്, റാന്നിയിൽ എന്താണ് പ്രസക്തി, അവർ എത്ര ശതമാനം വോട്ട് പിടിക്കും, അതിലെ BJP 2020 എന്ന് പറഞ്ഞ IPL ആണ്. ആ വോട്ടുകൾ ഏത് സ്ഥാനാർത്ഥിക്ക് കിട്ടും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വളരെ അപൂർവമായി ഒരു പ്രത്യേക സമുദായം LDF-നെ സഹായിച്ച, മറ്റു മണ്ഡലങ്ങളിൽ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ വേറൊരു ഘടകം കൂടി പറയാം. ഇനിയിപ്പം 72-ലോ 73-ലോ ആണ് LDF വരുന്നത്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ 2-3 പേര് ജയിച്ചാൽ പോലും ഉറപ്പായും ഇടതുപക്ഷത്ത് നിൽക്കുമെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് പ്രമോദ് നാരായണൻ. അതുകൊണ്ട് തന്നെ ഒരു CPM-ന്റെ അല്ലെങ്കിൽ ഒരു LDF ഒരു CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി എങ്ങനെയാണോ ആ ഒരു CPM വർക്ക് ചെയ്യുക, ആ പ്രവർത്തനം മണ്ഡലത്തിൽ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പൊ നേരത്തെ അഖിൽ പറഞ്ഞ ഈ കോൺഗ്രസ്സുകാരുടെ പ്രശ്നമുണ്ടല്ലോ, അവിടെ നേരത്തെ റിങ്കു ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു. അതുണ്ടാവരുത് എന്ന് പറയുമ്പോഴും അവിടെ സീറ്റ് മോഹിച്ചിരുന്ന പല ആളുകളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് റാന്നി എന്തായാലും റിസൾട്ട് വരുമ്പോൾ അതും പ്രതിഫലിക്കും.